ബദിരീങ്ങളെന്ന മക്കളെ നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കണം. ഇതൊക്കെ രക്ഷിതാക്കളാകുന്ന നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ബാധ്യത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോൾ നമ്മെ കണ്ട് നമ്മുടെ മക്കൾ സ്വമേധയാ നന്നായി നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന സ്വാലിഹായ മക്കളായി വളർന്നു വരും. ഈ സ്ഥാപനം അതാണ് ലക്ഷ്യമിടുന്നത്. ചെറിയ ഈ പ്രായത്തിൽ എന്ത് പഠിപ്പിച്ചാലും അതവരെ തലക്കുള്ളിലുണ്ടാകും, മറന്നുപോകില്ല. ആ നല്ല ഒരു സമയത്ത് അവരാ പ്രായത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പര്യാപ്തമായ സിലബസ് ക്രമീകരിച്ച് ദിക്റുകളും ദുആകളും ആദാബുകളും പഠിപ്പിച്ച് സ്വാലിഹായ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രമകരമാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തെറ്റില്ലാതെ നമ്മുടെ ഖബറിൽ വന്ന് യാസീൻ ഓതാൻ, തെറ്റില്ലാതെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ മക്കൾ ചെറുപ്രായത്തിൽ തന്നെ ആയി വന്നാൽ നമുക്ക് ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ സ്ഥാപനം ഇവിടുത്തെ ഉസ്താദന്മാരും ഇവിടുത്തെ ഫാക്കൽറ്റിയും സംവിധാനിച്ച് ഈ സിലബസിലൂടെ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ മക്കളെ അവർക്ക് ആവശ്യമുള്ള എല്ലാം നൽകി ഇന്ന് ഇവിടെ വെച്ച് സനദ് നൽകുകയാണ്. സനദ് അത് മഹത്തായ ഒന്നാണ്. ലൗലൽ ഇസ്നാദു ലളഅദ്ദീൻ എന്ന ഒരു സനദ് ജീവിതത്തിൽ ആവശ്യമാണ്. ഉസ്താദന്മാരിലൂടെ പകർന്നു കിട്ടിയ അറിവ്, ഉസ്താദന്മാരാണ് അവരുടെ സനദുകൾ. ആ ഉസ്താദന്മാർ പഠിപ്പിച്ചു നൽകിയ വിദ്യ അത് അവസാനിപ്പിക്കുമ്പോൾ, അതിൻ്റെ ഒരു സിലബസിലുള്ള ഒന്ന് അവസാനിക്കുമ്പോൾ അതിന് സനദ് കൊടുക്കുക, അത് പൂർവികന്മാരായ പണ്ഡിതന്മാരൊക്കെ ചെയ്തു വന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ വിദ്യാർത്ഥികൾ, ഖുർആൻ പഠിച്ച വിദ്യാർത്ഥികൾ വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു. തീർച്ചയായിട്ടും അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഖുർആൻ പഠിച്ച മക്കളാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ദിക്റാണ് ഖുർആൻ. വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറ. പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ എന്നും ഓതുന്ന ഒരാൾ, അയാൾക്ക് ഒരു പ്രയാസവും ഒരു വിഭാഗത്തിൽ നിന്നും അയാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതുന്ന ദിവസം ഏൽക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രക്കും പവറുള്ള, ലോകത്തെ ഏറ്റവും പ്രതിഫലമുള്ള ദിക്റാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് നമ്മുടെ മക്കൾ മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ട് അവർ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ആ മക്കളെ നമ്മൾ ബഹുമാനിക്കണം, അവരെ പരിഗണിക്കണം. അവർ പഠിച്ച ഭാഗങ്ങൾ ഹിഫ്ളുണ്ടോ എന്ന് ഇടയ്ക്ക് ദൗറ് ചെയ്യുക, ഇടയ്ക്ക് ഇങ്ങനെ പരിശോധിക്കുക. വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഖുർആൻ 30 ദിവസം പഠിച്ച ഹാഫിദീങ്ങളെ ദൗറ് എന്നൊരു സമ്പ്രദായമുണ്ട്. ദൗറ് എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് അവർ ഓതിയ, അവർ മനഃപ്പാഠമാക്കിയ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടുവരിക. അത് മരണം വരെ ഒരു ഹാഫിദ് ദൗറ് ചെയ്യണമെന്ന നിയമം. ഇല്ലെങ്കിൽ ഖുർആൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളെ മക്കൾ വദ്ദുഹയും അതിൻ്റെ മുകളിലുള്ള സൂറത്തുകളൊക്കെ പഠിച്ചവരാണ്. മുത്തവ്വൽ എന്നറിയപ്പെടുന്ന ഒരു ബിരുദം നേടിയവരായി ഇരിക്കുന്ന മൊയ്ൻ ഉസ്താദും ഇർഫാൻ ഉസ്താദും ഞാനും, ഞങ്ങളൊക്കെ മുത്തവ്വൽ എന്ന ഏറ്റവും മഹത്തായ ബിരുദം സമ്പാദിച്ച ആലിമീങ്ങളാണ്, ഉസ്താദന്മാരാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മുത്തവ്വലിലാണ് എമ്മൻ്റെ താഴെയുള്ള സൂറത്തുകൾ ഞങ്ങൾ ഉസ്താദന്മാർ ഞങ്ങളെ കൊണ്ട് കാണാൻ പഠിപ്പിക്കും. ഞങ്ങളൊക്കെ പ്രായം 22-24 വയസ്സാകുമ്പോൾ എമ്മൻ്റെ താഴെയുള്ള സൂറത്തുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. നേരെ മറിച്ച് ഈ ഒരു 5, 4, 3 വയസ്സുള്ള സമയത്ത് അമ്മയും വദ്ദുഹയും ഒക്കെ വളരെ സിമ്പിളായ നിലക്ക് അവർക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ശാസ്ത്രീയമായ ചിന്താഗതി അന്നത്തെ കാലത്ത് വളർന്ന് വികസിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഈ പ്രായത്തിൻ്റെ മനഃപ്പാഠ ശേഷിയും പക്വതയൊക്കെ മനസ്സിലാക്കി നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണർ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ്. നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കൊക്കെ അൽ കഹ്ഫും അതുപോലെ തന്നെ സബഉൽ മുൻജിയാത്തും ഒക്കെ കാണാതെ ഓതാനുള്ളൊരു പക്വത ഉണ്ടാകുമായിരുന്നു. നമ്മുടെ മക്കൾ ഭാഗ്യമുള്ളവരാണ്. ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോവാതെ രക്ഷിതാക്കളാകുന്ന നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അബുൻ അബൂഹു തുടങ്ങി അങ്ങനെ പോകും. വാപ്പ കൈകാര്യകർത്താവാണ്. വാപ്പയുടെ അസാന്നിധ്യത്തിൽ വെല്ലിപ്പാക്ക് കൈകാര്യകർത്താവാണ്. ഉമ്മക്ക് അധികാരമുണ്ട്. അങ്ങനെ
ഈ രക്ഷിതാക്കളാകുന്ന വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും ഒക്കെ മക്കളെ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അവരെ ഇൽമിൻ്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.